ഇന്നുണ്ടല്ലോ ഇതുമ്പോൾ മദ്രസക്ക് പോകാൻ ഇറങ്ങുന്ന ആ സമയത്ത് തീരെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. മഴ ഇല്ലയെന്ന് മാത്രമല്ല, വെയിലുണ്ടായിരുന്നു, കുറച്ച് നല്ലൊരു വെയിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട കൊണ്ടുപോകാനും മറന്ന് ഓർമ്മയാക്കാൻ ഞാനും അങ്ങോട്ട് വിട്ടു പോയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് മദ്രസ വിടുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. അവസാനം എൻ്റെ ഹസ്ബൻഡ് തന്നെ ആ കുടയൊക്കെ ഓക്കുള്ള കുട എക്സ്ട്രാ എടുത്ത് കൂട്ടി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞിട്ടു. ഏതെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ട്, കുട ഉണ്ട്, പിന്നെ സ്കൂൾ അങ്ങോട്ട് തുറക്കുമ്പോൾ എന്തെങ്കിലും ഒരു പോര ഉണ്ടെങ്കിൽ എന്താണ് ജഗപോക. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകണ്ടേ. അപ്പോൾ അതിന് ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെ ഒരു മുഖഭാവമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അതിൽ ഇപ്പോഴും നല്ല നല്ല ചോരാത്ത മഴയാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നാശമെല്ലാം ഉണ്ടെന്ന്. അപ്പോൾ അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, കുപ്പി വെക്കുന്നതിന് പകരം അതവിടെ മുൻഭാഗത്ത് ഗേറ്റ് വെച്ചുവിടുക. നീ ഗേറ്റ് വെക്കാത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ കേട്ടോ. അത് സിറ്റൗട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഗേറ്റ് വെക്കണം എന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മുൻഭാഗമായി ഇരിക്കുന്ന സംഭവമില്ല, അതുപോലെ ഉണ്ടാണ് താല്പര്യമില്ല. എനിക്ക് മൊത്തത്തിൽ ഓപ്പൺ ആവണതാണ് ഇഷ്ടം ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരമാണ് ആ ഇരിക്കുന്ന ഭാഗം വരെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ വയ്യ, ഞാൻ തന്നെ കുപ്പി വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞതിനാണ് ഇതും അവിടെ ഇങ്ങനെ സങ്കടത്തിൽ അങ്ങനെ ഇരിക്കണത് കേട്ടോ. പിന്നെ സാരല്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ പറയണ്ടേ. അപ്പോൾ ഇനി അടുത്ത തവണ മറന്ന് മദ്രസക്ക് പോകുമ്പോൾ കുട കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉളപ്പച്ചി ഇപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കൂട്ടി കൊണ്ടുവരാൻ ഉണ്ടായി. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സ്കൂൾക്ക് പോകാനൊക്കെ നേരം വൈകില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ സെറ്റായി കേട്ടോ. പിന്നെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് വന്നതിന് ശേഷമാണ് ഇന്ന് ഉണ്ടാക്കിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് സമാധാനത്തോടെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ദോശയും പിന്നെ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കുള്ളൊരു ട്യൂഷൻ ചേർത്താലോ എന്നൊരു അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് നമ്മൾ. കഴിഞ്ഞ കൊല്ലം ഒക്കെ 5ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ അടുത്തുള്ള കുട്ടീനെ ഞാൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് കുട്ടികളായപ്പോൾ കളിയൊക്കെ തുടങ്ങിയില്ല, ഞാൻ എല്ലാം അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോൾ ഇത് കുറച്ചൊരു അത്യാവശ്യം നല്ലൊരു ട്യൂഷൻ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചേർത്തിയാലോ എന്നുള്ള ഒരു പിന്നെ ചർച്ചയാണ് നടക്കുന്നത്. ഇപ്പോഴാകുമ്പം തുടങ്ങണമല്ലേ ഉള്ളൂ, ക്ലാസ് തുടങ്ങണമല്ലേ ഉള്ളൂ. അപ്പോൾ എക്സാം വരെ കാകൊല്ല പരീക്ഷ വരെ ഒന്ന് നോക്കാം, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നും പറഞ്ഞിട്ട് 2 മാസം വെക്കേഷൻ അടിച്ച് പൊളിച്ച് കളിച്ച് നടന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് പഠിക്കുകയൊക്കെ വേണ്ടേ, കാരണം 6ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. നമ്മൾ ലാസ്റ്റ് ടൈമിൽ 9ഉം 10ഉം എത്തിയിട്ട് കുട്ടികളെ അങ്ങോട്ട് ഒന്നായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. നമ്മൾ പിന്നെ 10ാം ക്ലാസ്സും ഗുസ്തി മാത്രമായതുകൊണ്ട് ഇംഗ്ലീഷ് അങ്ങോട്ട് വഴങ്ങൂല. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ നോക്കാറില്ല കേട്ടോ. മോളും നീനാണെങ്കിൽ മലയാളം മീഡിയത്തിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 10ാം ക്ലാസ് വരെയുള്ള വിഷയത്തിൽ ഞാനും അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതും ഒരു കാര്യത്തിൽ എനിക്കത് തീരെ പറ്റണില്ല. അതുകൊണ്ടാണ് നമുക്ക് ട്യൂഷന് പറഞ്ഞേക്കേണ്ട അവസ്ഥ വരുന്നത്. എന്തായാലും നമ്മൾ 10 മണിയായപ്പോക്കിന് ഇറങ്ങി നല്ല കുട്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മദ്രസ ഇട്ട് വന്നപ്പോൾ ചെരുപ്പൊക്കെ ആകെ നനഞ്ഞ് കിടക്കുകയാണല്ലോ. അപ്പോൾ ഏതിടണം എന്നുള്ള കൺഫ്യൂഷനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഉള്ളിലുള്ള നല്ല നനയാത്ത ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തൽക്കാലം ഇപ്പോൾ ബുക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകുന്നില്ല. ഒരു റഫും പിന്നെ കുടിക്കാനുള്ള വെള്ളം പെന്നും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. അവിടെ എത്തിയിട്ട് ഏതാണ് ടൈം ടേബിൾ കാര്യങ്ങൾ നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ.